ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ച ശേഷം ഭക്തരുടെ മടക്കയാത്രയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എനിക്കൊപ്പം രണ്ട് സീരിയൽ താരങ്ങൾ പൊങ്കാല അർപ്പിച്ച ശേഷമുള്ള വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. മറ്റാരുമല്ല, പാർവതി അയ്യർ ആൻഡ് കൃഷ്ണ. എന്താ പാർവതി, അഡ്വക്കേറ്റ് അഞ്ജലിയിലെ വിശേഷങ്ങൾ? അഡ്വക്കേറ്റ് അഞ്ജലിയിലെ നല്ല വിശേഷങ്ങളാണ്. ഇപ്പം ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ് കഴിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് അവാർഡ് നൈറ്റ് ആയിരുന്നു. പിന്നെ അല്ലാതെ ആറ്റുകാൽ പൊങ്കാല വേറൊരു വിശേഷമാണ്. ഞങ്ങളുടെ സീരിയൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് പൊങ്കാലയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. സംതിങ് സ്പെഷ്യലാണ്. അപ്പോൾ സംതിങ് സ്പെഷ്യലാണ്, കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പൊങ്കാലയാണ്. അതുമാത്രമല്ല, സീരിയൽ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് പൊങ്കാലയാണ്. രണ്ട് പ്രത്യേകതകൾ ഉള്ള പൊങ്കാല കൂടിയാണല്ലേ? അതെ അതെ, ഓഫ് കോഴ്സ് ആണ്. അമ്മേ മൂകാംബിക സീരിയലിലെ കൃഷ്ണയാണ്. ഹായ്, എന്താ പറയണ്ടേ, ചോദിക്കാത്തെന്താ. പൊങ്കാല അർപ്പിച്ച ശേഷം മടങ്ങി പോകാനുള്ള തത്രപ്പാടിലാണെന്ന് അറിയാം. അതെ, ഇപ്പം എന്തായാലും പൊങ്കാല അർപ്പിച്ചപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട്. അടുത്ത വർഷം ഇതുപോലെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ പൊങ്കാല ആഘോഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം ഒന്നിച്ചായിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു. രണ്ടുപേരും ഭാവന എന്നുള്ള സീരിയലിൽ ഒരുമിച്ചുണ്ടായിരുന്നു. സീരിയൽ എൻ്റെ അമ്മയായിരുന്നു. ഒരു 2-3 വർഷം മോളെ അമ്മയായിട്ട് സഹിച്ച് ജീവിച്ച ആൾക്കാരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ, ആ ഒരു കണക്ഷൻ പോയില്ല. പൊങ്കാല പായസം മാത്രമായിരുന്നു ദേവിക്ക് ഉണ്ടായിരുന്നത്, അതോ തെരളിയപ്പവും വെള്ള നിവേദ്യവും? പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശർക്കര പായസം, ദേവിക്ക് ഇഷ്ടമുള്ള ശർക്കര പായസം. പ്രത്യേകിച്ച് നേർച്ചയൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈ ദിവസം അടുത്ത് വരുമ്പോഴേ വന്ന് ഇടണം എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ അങ്ങ് എത്തിപ്പെടും. എങ്ങനെയെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെടും. പിന്നെ ഈ അമ്പലത്തിൻ്റെ നടയിലിരുന്ന് പൊങ്കാല ഇടുന്നതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന് ചെയ്യല്ലേ. ദേവിയെ തൊഴാൻ സമയം കിട്ടിയോ? തൊഴാൻ പറ്റിയില്ല, തിരക്കായിരുന്നു, പോയില്ല. വേണമെങ്കിൽ പോവായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്ക്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഉണ്ടായിരുന്നു. കാലിൻ്റെ പ്രശ്നമുണ്ട് എനിക്ക്. കാല് ഹെയർലൈൻ ഫ്രാക്ചറായിട്ട് കുറച്ച് പൊട്ടലൊക്കെ ആയിരുന്ന പ്രശ്നമായിരുന്നു. അപ്പം തിരക്കിൻ്റെ ഇടയിൽ പോയി നിൽക്കാൻ പറ്റില്ല. പൊങ്കാലയിടാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. ഭാഗ്യം, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം വന്ന് ഇടുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. നമ്മൾ ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾ, ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും സാധാരണ മനുഷ്യരാണെങ്കിലും ഒക്കെ പങ്കുവയ്ക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, യാതനകളൊക്കെ മാറ്റിത്തരും ആറ്റുകാലമ്മ എന്നുള്ളതാണ്. ഈ സമയം എങ്ങനെയെങ്കിലും ഈ ക്ഷേത്ര നഗരിയിൽ എല്ലാവരെയും എത്തിക്കും. അങ്ങനെ ഒരു ചൈതന്യവും അങ്ങനെ ഒരു ശക്തിയും ആറ്റുകാലമ്മയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ. ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിളിച്ചാൽ വിളിയേക്കുന്ന ഒരു ദേവി തന്നെയാണ്. ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് എപ്പോഴും പൊങ്കാല ഇടുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും കിട്ടാറുണ്ട്. പൊങ്കാല സമയമാകുമ്പോൾ ഒരു തടസ്സവും ഇല്ലാണ്ട് നമുക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യം അല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളുണ്ടാകും, പക്ഷെ അതൊക്കെ മാറി തലേന്ന് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അടുത്ത കൊല്ലവും പൊങ്കാലയിടാൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കും രണ്ടുപേർക്കുള്ളത്. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയാണ് ഒന്നിച്ച് തന്നെ ഇവിടെ തന്നെ വന്ന് പൊങ്കാല ഇടാനായിട്ടുള്ള മുന്നിൽ വന്നിരുന്ന് പൊങ്കാല ഇടാൻ തന്നെയാണ് ആഗ്രഹം. നടക്കട്ടെ എന്ന്. ഇന്നിപ്പോൾ എഴുന്നള്ളത്ത് ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അതോ ഇപ്പം തന്നെ മടങ്ങി പോകുന്നുണ്ട്? അപ്പം ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ പോകും. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതെ അതെ അതെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. യൂട്യൂബ് ആറ്റുകാലിൽ നിന്ന് സായി സൂര്യയ്ക്കൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.